നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ നോക്കുന്ന വിദ്യാർത്ഥികളും അവരുടെ പേരൻസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ ലഭിക്കുന്നതിനായിട്ട് പ്രധാനമായും അലോട്ട്മെൻറ്റ് വഴിയാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൽ പ്രധാനമായും ഗവൺമെൻറ് നടത്തുന്ന LBS അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുകൂടാതെയുള്ള അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ BSc നഴ്സിംഗിൻ്റെ ടോട്ടൽ സീറ്റുകളുടെ എണ്ണം 9883 സീറ്റുകളാണുള്ളത്. അതിൽ LBSൻ്റെ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള കോൺട്രിബ്യൂഷൻ സീറ്റുകളിൽ നമുക്ക് 3 ഘട്ടമായിട്ടുള്ള 3 കാറ്റഗറി അലോട്ട്മെൻറ്റുകളുണ്ട്. ആ അലോട്ട്മെൻറ്റ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് PNC MAC, പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ അലോട്ട്മെൻറ്റാണ്. അതിൽ ടോട്ടൽ 49 കോളേജുണ്ട്. ആ 49 കോളേജിലെ ടോട്ടൽ സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2840 സീറ്റാണ്. അതിലെ 50% സീറ്റ് ഗവൺമെൻറ് മെറിറ്റ് LBSന് വേണ്ടിയിട്ടുള്ള റിസർവേഷനാണ്. ബാക്കിയുള്ള 50% സീറ്റിലേക്ക് അതിൽ നിശ്ചിത ശതമാനം സീറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റി കാറ്റഗറി ഉള്ള കോളേജുകൾക്ക് അവർക്ക് സെപ്പറേറ്റ് അലോട്ട്മെൻറ്റിലായിട്ട് പോകും. അപ്പോൾ PNC MAC അലോട്ട്മെൻറ്റിൻ്റെ അകത്ത് ടോട്ടൽ 1368 സീറ്റുകളിലേക്കായിട്ടാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൽ ഒരു വിദ്യാർത്ഥികൾക്ക് 10 കോളേജ് ആപ്ലിക്കേഷൻസ് കൊടുക്കാവുന്നതാണ്. ആ 10 കോളേജ് അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് അവർക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ടോട്ടൽ 49 കോളേജിൽ 10 കോളേജ് മാത്രമേ ഒരു വിദ്യാർത്ഥിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ അലോട്ട്മെൻ്റ് ആണ് AMCS FNCK എന്ന് പറയുന്ന അലോട്ട്മെൻറ്റ്. ഈ അലോട്ട്മെൻറ്റിൽ പ്രധാനമായിട്ടും ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന കോളേജുകളാണ് പങ്കെടുക്കുന്നത്. അതിൽ 35 കോളേജുകളുണ്ട്. അതിൽ അപ്രോക്സിമേറ്റ്ലി 900 സീറ്റോളമാണ് BSc നഴ്സിംഗിന് അലോക്കേഷൻ വരുന്നത്. അതിൽ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റുഡൻസിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ബാക്കിയുള്ള നിശ്ചിത ശതമാനം സീറ്റുകളിലേക്ക് മറ്റു കമ്മ്യൂണിറ്റി, ഹിന്ദു കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രയോറിറ്റി ഉള്ളതാണ്. ഇതുകൂടാതെ CPASന് വേണ്ടിയിട്ട് 9 കോളേജും 410 സീറ്റുമാണ് ഉള്ളത്. LBSൻ്റെ കോൺട്രിബ്യൂഷൻ കൂടാതെ CPAS ഡയറക്റ്റ് നടത്തുന്ന അലോട്ട്മെൻറ്റിലും കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ശരാശരി കഴിഞ്ഞ വർഷം ഒരു 90% മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് BSc നഴ്സിംഗ് കേരളത്തിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നത്. ഇപ്രാവശ്യം ആ ഒരു ട്രെൻഡ് തന്നെ ആയതുകൊണ്ട് ബിലോ 90% വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. ആയതിനാൽ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൻ്റെ സെയിം മെറിറ്റ് ഫീസ് അല്ലെങ്കിൽ മെറിറ്റ് ഫീസിൽ കുറഞ്ഞ ഫീസിലോ വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് പഠിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.